ഹലോ ട്രേഡേഴ്സ്, നമ്മളുടെ ഈ ചാനൽ പൊതുവേ ചർച്ച ചെയ്യാറ് റീറ്റെയിൽ ലെവലിൽ എങ്ങനെ ട്രേഡുകൾ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാം, ഏറ്റവും സിമ്പിളായ രീതിയിൽ എങ്ങനെ അത് നമുക്ക് പ്രാക്ടിക്കലി ചെയ്യാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ്. അപ്പോൾ ചിലർക്കെങ്കിലും സംശയം തോന്നുന്നുണ്ടാകും, എന്തിനാണ് നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യുന്നത്, നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ളൊരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ മാനുവലി തന്നെ ചെയ്താൽ പോരെ ഇത്തരം കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്കുള്ള ഒരു എക്സ്പ്ലനേഷനാണ് ഈ വീഡിയോ. ഇതിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ട്രേഡിംഗ് ഇൻഡസ്ട്രിയിൽ ടെക്നോളജിയുടെ എവല്യൂഷൻ എവിടെ തുടങ്ങി, ഇന്ന് എവിടെ വന്ന് നിൽക്കുന്നു, അത് അഡാപ്റ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ ട്രേഡിംഗ് എന്നുള്ള പരിപാടി തുടങ്ങുന്നത് പണ്ടത്തെ നമ്മുടെ ബാർട്ടർ സമ്പ്രദായത്തിൽ നിന്നാണ്. ഇവിടെ സംഭവിച്ചിരുന്നത് ഒരു സാധന കൈമാറ്റം എന്നുള്ള രീതിയിലാണ്. ഒരു പച്ചക്കറി കയ്യിലുള്ള ആൾ അരി വാങ്ങിക്കാൻ പച്ചക്കറി കൊടുത്തിട്ട് അരി മേടിക്കുന്നു, അങ്ങനത്തെ ഒരു സിസ്റ്റത്തിൽ നിന്നാണ് ഈ ട്രേഡിംഗ് വന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു പക്ഷേ ഒരു സ്മാർട്ടായിട്ടുള്ള ഒരാൾ കേടായി പോകാത്ത, ഫോർ എക്സാമ്പിൾ പെട്ടെന്ന് കേടായി പോകാത്ത തേങ്ങ പോലെയുള്ള ഒരു സാധനം ആവശ്യത്തിലധികമുള്ള സമയത്ത് സ്റ്റോർ ചെയ്യുകയും പിന്നീട് ഇതിന് ഒരു സ്കാസിറ്റി വരുന്ന സമയത്ത്, അവൈലബിലിറ്റി ഇല്ലാത്ത സമയത്ത് ഈ തേങ്ങ കൊടുത്തിട്ട് കുറച്ചുകൂടി ആ സമയത്ത് ആവശ്യമുള്ള സാധനങ്ങൾ അധികം വാങ്ങിക്കുകയും ചെയ്തിരുന്നിരിക്കണം. അങ്ങനെ ആയിരിക്കാം ആദ്യമായിട്ടൊരു പ്രോഫിറ്റബിൾ ട്രേഡ് നടന്നിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു വേർഷൻ. പിന്നീട് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വരികയും സ്റ്റോക്കുകൾ വാങ്ങാനും വിൽക്കാനും പറ്റുകയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഈ ഒരു എവല്യൂഷൻ നീണ്ടു. ഈ കാണുന്നത് 1800-കളുടെ ആദ്യത്തിൽ ഉണ്ടായിരുന്ന ഒരു ലണ്ടൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഇമേജാണ്. ഈ സമയത്ത് ടെക്നോളജി ഒന്നും അവൈലബിൾ അല്ല. ആളുകൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പോയി അവിടെ ക്യൂ നിന്ന് സ്റ്റോക്കുകൾ വാങ്ങുകയും വിൽക്കുകയൊക്കെയാണ് ഈ ഒരു കാലയളവിൽ ചെയ്തിരുന്നത്. ഇവിടെ ഈ സ്റ്റോക്കുകളെക്കുറിച്ചും കമ്പനികളെക്കുറിച്ചും ഉള്ള ആളുകളുടെ അണ്ടർസ്റ്റാൻഡിങ് മാത്രമാണ് ഒരു ടൂളായിരുന്നത്. ഇപ്പോൾ പുതിയൊരു കമ്പനി വരികയും അത് ഭാവിയിലേക്ക് പ്രോഫിറ്റബിൾ ആയേക്കാം, നമുക്ക് ലാഭം കിട്ടിയേക്കാം എന്നുള്ളൊരു തോന്നൽ ജനങ്ങളിൽ ഉണ്ടാവുകയും അവർ ആ ഒരു തോന്നലിനെ മാത്രം ടൂളായി ഉപയോഗിച്ചുകൊണ്ട് സ്റ്റോക്കുകൾ വാങ്ങുകയും സേവ് ചെയ്യുകയും പിന്നീട് വില കൂടുമ്പോഴോ കുറയുമ്പോഴോ വിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. പിന്നീട് 1900 ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ന്യൂസ് പേപ്പറുകൾ കടന്നു വരികയും ഈ സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് പേപ്പറുകൾ വഴി എത്തുകയും ആ സമയമൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ ആദ്യകാലങ്ങളിലെ ഫോണുകളുടെ ഉപയോഗമൊക്കെ വന്നു. അപ്പോൾ ഈ ട്രേഡേഴ്സ് ഈ പറയുന്ന പുതിയ ടെക്നോളജികളായ ന്യൂസ് പേപ്പറും അന്നത്തെ ടെലിഫോണുകളും ഉപയോഗിച്ച് സ്റ്റോക്കുകൾ വാങ്ങാനും വിൽക്കാനും തുടങ്ങുകയും ചെയ്തു. ഇതായിരുന്നു ആദ്യ കാലഘട്ടത്തിലെ ടെക്നോളജി ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നത്. ഇതിൽ നമുക്ക് എപ്പോഴും എക്സിക്യൂഷൻസ് ഒക്കെ വളരെ സ്ലോ ആയിരുന്നിരിക്കും. ആദ്യമായിട്ട് ന്യൂസ് മനസ്സിലാകുന്ന ആളുകൾക്ക് ഒരു എഡ്ജ് അവിടെ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നൊരു സാഹചര്യം ഈ കാലയളവിൽ ഉണ്ടായിരുന്നിരിക്കണം. പിന്നീട് 1980-കൾക്ക് ശേഷമാണ് കമ്പ്യൂട്ടറുകളുടെ ഈ ഒരു മേഖലയിലേക്കുള്ള കടന്നുവരും. പിന്നീട് റീറ്റെയിലർക്ക് കമ്പ്യൂട്ടറുകൾ അവൈലബിൾ ആകുന്ന ഒരു സാഹചര്യം വരികയും അവർക്ക് അഫോർഡബിൾ ആകുന്ന ഒരു സാഹചര്യം വരികയും ലൈവായി തന്നെ മാർക്കറ്റ് ഡേറ്റ അവർക്ക് അവൈലബിൾ ആവുകയും ചെയ്തതോടെയാണ് ലൈവായിട്ട് തന്നെ നമുക്ക് മാർക്കറ്റിൽ ഡേറ്റ ഒക്കെ കാണാം. അവർ അപ്പോഴും ടെലിഫോണിക്കലിയോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ ഓർഡർ എക്സ്ചേഞ്ചിൽ പഞ്ച് ചെയ്തിരുന്ന ഒരു കാലമായിരുന്നു അത് കഴിഞ്ഞിട്ടുള്ളത്. പിന്നീടാണ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സുകളുടെ കടന്നുവരവ്. ഇത് അനാലിസിസ് കുറച്ചുകൂടി ഈസി ആക്കുകയും ഓരോ സ്റ്റോക്കും എങ്ങനെയൊക്കെ എപ്പോഴൊക്കെ എന്തൊക്കെ ക്രൈറ്റീരിയ ഫുൾഫിൽ ആകുമ്പോഴാണ് റിയാക്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു അവയർനെസ് ആളുകളിലേക്ക് വരികയും എല്ലാവരും തന്നെ അതും അഡാപ്റ്റ് ചെയ്തു. പോകെ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ട്രേഡിങ് ആളുകളിലേക്ക് എത്തുകയും എല്ലാ റീറ്റെയിലേഴ്സും തന്നെ അതൊക്കെ യൂസ് ചെയ്യാനും ഒക്കെ തുടങ്ങി. പിന്നീട് സ്മാർട്ട് ഫോണുകൾ എല്ലാവരുടെയും കയ്യിൽ അവൈലബിൾ ആയി. അപ്പോൾ എല്ലാവർക്കും കമ്പ്യൂട്ടറിന്റെ ആവശ്യമില്ല, സ്മാർട്ട് ഫോണുകളിൽ കൂടെ തന്നെ ഓർഡർ പഞ്ച് ചെയ്യാനൊക്കെ പറ്റും. ചാർട്ട്, ഡേറ്റ, ന്യൂസ് എല്ലാം തന്നെ സ്മാർട്ട് ഫോണുകൾ ഉപയോഗിച്ച് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് വരികയും ആ ഒരു ടെക്നോളജിയെ എല്ലാ റീറ്റെയിൽ ട്രേഡേഴ്സും അഡാപ്റ്റ് ചെയ്യുകയും ചെയ്ത് അതോടുകൂടി യാത്ര ചെയ്യുമ്പോഴോ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇല്ലാത്ത സമയത്തോ ഒക്കെ ചാർട്ടുകൾ റീഡ് ചെയ്യാനും മാർക്കറ്റിലെ ന്യൂസുകൾ അറിയാനും അതിനനുസരിച്ച് അവരുടെ ട്രേഡിംഗ് ഡിസിഷൻസ് എടുക്കാനും അവർക്ക് സാധിക്കും. പിന്നീട് ആൽഗോ ട്രേഡിംഗ് അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് ട്രേഡിംഗ് എന്നുള്ള ഒരു ടെക്നോളജി കടന്നു വരികയും അത് ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലിൽ യൂസ് ചെയ്ത് തുടങ്ങുകയും ചെയ്തു. ഒരു പ്രീ സെറ്റ് ഓഫ് കണ്ടീഷൻസ് ഫുൾഫിൽ ആകുമ്പോൾ ട്രേഡ് ഓട്ടോമാറ്റിക്കായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനുള്ള സാഹചര്യത്തിലാക്കി വെക്കുക. പക്ഷേ ഇത് നമ്മൾ റീറ്റെയിൽ ട്രേഡേഴ്സിന് ഒരിക്കലും അഫോർഡബിൾ അല്ല. ഇപ്പോഴും ഇന്നും അത്ര കാര്യമായിട്ട് റീറ്റെയിലേഴ്സിലേക്ക് ഈ ഒരു ടെക്നോളജി എത്തിയിട്ടില്ല. അതിന് കാരണം ഈ ടെക്നോളജി എല്ലാവർക്കും എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയില്ല. ചെയ്യണമെന്നുണ്ടെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിൻ്റെ ആവശ്യം ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഡെവലപ്പേഴ്സിനെ ഒക്കെ യൂസ് ചെയ്ത് ട്രേഡ് ഓട്ടോമേഷൻ ചെയ്യാന്നൊക്കെ പറയുന്നത് റീറ്റെയിലർക്ക് കയ്യെത്തി പിടിക്കാവുന്ന ഒരു ദൂരത്തല്ല. അതുകൊണ്ടാണ് റീറ്റെയിലേഴ്സിന് ഈ ഒരു മേഖല ഇന്നും അപ്രാപ്യമായി തന്നെ നിലനിൽക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കടന്നുവരവ്. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കടന്നു വരുന്നതോടുകൂടി ഈ പറയുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്ന വലിയ മുതൽ മുടക്കുള്ള കാറ്റഗറിയെ അവിടുന്ന് എലിമിനേറ്റ് ചെയ്തിട്ട് കുറച്ചൊരു താല്പര്യവും സമയവും ഒക്കെ ഉള്ള റീറ്റെയിലേഴ്സിന് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാനും എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യം ഒരുങ്ങുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ചർച്ച ചെയ്തു തുടങ്ങിയ ഓട്ടോമേറ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത, ഓട്ടോമേറ്റ് ചെയ്യേണ്ടതുണ്ടോ, മാനുവലായിട്ട് ചെയ്താൽ പോരെ എന്ന ചോദ്യത്തിൻ്റെ പ്രസക്തി വരുന്നത്. ഇപ്പോൾ ട്രേഡിങ്ങിൽ നിന്ന് മാത്രമല്ല, ഏതൊരു മേഖലയിലായാലും പുതിയൊരു ടെക്നോളജി വരുമ്പോൾ അതിനെ അഡാപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളുകൾക്കാണ് കുറച്ചുകൂടി ഒരു എഡ്ജ് കിട്ടുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യം എടുത്തു കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം തന്നെ ഓട്ടോമേഷൻ
ചെയ്തു കഴിഞ്ഞു. അവർ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള AI ഒക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ട്രേഡ് എക്സിക്യൂഷൻസും ടിക്ക് ഡേറ്റ അനുസരിച്ചുള്ള വോളിയം അനാലിസിസുകളും ഒക്കെയാണ് അവരിന്ന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവർക്കെതിരെയാണ് നമ്മൾ റീറ്റെയിലേഴ്സ് ഇന്ന് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ടെക്നോളജി ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമ്മൾ റീറ്റെയിലർ എന്നുള്ള നിലയ്ക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള അഡാപ്റ്റേഷൻസ് അതേ ടെക്നോളജിയിൽ നടത്തുന്നത് നമുക്കിന്ന് ഒരു എഡ്ജ് തരുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു റീറ്റെയിലർ അവനവൻ്റെ ട്രേഡുകൾ ഓട്ടോമേറ്റ് ചെയ്യുക, ഏറ്റവും ബേസിക് ആയിട്ട് അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് തുടങ്ങി വരും കാലങ്ങളിൽ അഡ്വാൻസ് ആയിട്ട് എങ്ങനെ സ്വന്തം ട്രേഡുകൾ ഓട്ടോമേറ്റ് ചെയ്യാം, ഒരു സ്ട്രാറ്റജി എങ്ങനെ ഓട്ടോമേഷനിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മുടെ ചാനലിൽ പ്രതിപാദിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോകളിൽ ഇതിൻ്റെ അഡ്വാൻസ് ലെവലുകളിലേക്ക് പോകാം. കൂടെ തന്നെ ഞാൻ ചെയ്യുന്ന പ്രൊജക്റ്റുകൾ, ഓട്ടോമേഷനുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന പ്രൊജക്റ്റുകളെ കുറിച്ച് നമുക്കിതിൽ ചർച്ച ചെയ്യാം. പല സ്ട്രാറ്റജികൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാം, ഡിപ്ലോയ് ചെയ്യാം. നമുക്ക് ഒരുമിച്ച് ഓട്ടോമേഷൻ എന്നുള്ള മേഖലയിലേക്ക് എക്സ്പ്ലോർ ചെയ്യാം. വീഡിയോ മുഴുവൻ കണ്ട എല്ലാവർക്കും നന്ദി. ഇംപ്രൂവ്മെൻറ്റ്സിനുള്ള സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.